നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ വേലുപ്പാടം. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. തൃക്കൂർ കള്ളായിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 60-കാരൻ മരിച്ചു. കൊടകരയിൽ പെട്ടിക്കട കുത്തിത്തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച അന്തർജില്ലാ മോഷ്ടാവ് പൂശ്ശേരി ഷിജു അറസ്റ്റിൽ. തൃശൂർ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി ആക്ഷേപം. നെന്മണിക്കര പ്രദേശത്തെ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭകൾക്ക് തുടക്കമായി 18ാം വാർഡ് ഗ്രാമസഭ നടത്തി. വാർത്തകൾ വിശദമായി അറിയാം. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. വരിവരിയായി റോഡ് മുറിച്ചു കിടക്കുന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പ്രദേശവാസികളും യാത്രക്കാരും ആശങ്കയിലാണ്. ചൊവ്വാഴ്ച രാവിലെ 7-ന് പിള്ളത്തോട് പാലത്തിന് സമീപമാണ് സംഭവം. 36 തോട്ടത്തിൽ നിന്ന് പുതുക്കാട് തോട്ടത്തിലേക്ക് സഞ്ചരിച്ച കാട്ടാനക്കൂട്ടത്തിലാണ് കുട്ടിയാനയടക്കം 6ഓളം ആനകൾ ഉണ്ടായിരുന്നത്. റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ വാഹനയാത്രികരാണ് പകർത്തിയത്. ആനകൾ കടന്നുപോകുന്നത് കണ്ട് നിരവധി വാഹനങ്ങൾ സുരക്ഷിത അകലം പാലിച്ചു നിർത്തിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രദേശത്തെ പ്രധാന യാത്രാമാർഗമായതിനാൽ ദിവസേന 100 കണക്കിന് വാഹനങ്ങളും തോട്ടം തൊഴിലാളികളും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പാലപ്പിള്ളി മേഖലയിലും സമീപ പ്രദേശങ്ങളിലുമായി കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിലേക്ക് ആനകൾ കടക്കാതിരിക്കാൻ വനപാലകരും നാട്ടുകാരും പടക്കം പൊട്ടിച്ചും മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചും തിരിച്ചയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശല്യത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. കാട്ടാനകൾ തോട്ടങ്ങളിലേക്ക് നിരന്തരം എത്തുന്നത് തൊഴിലാളികളുടെ ജോലി പോലും ബാധിക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ജോലിക്ക് പോകുന്നവർ വലിയ ഭീതിയോടെയാണ് യാത്ര ചെയ്യുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിനായി വനാതിർത്തി മേഖലകളിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുകയും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളും സ്ഥിരം പെട്രോളിംഗും ആവശ്യപ്പെടുത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കാട്ടാന ശല്യത്തിന് അടിയന്തരവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തൃക്കൂർ കള്ളായിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 60-കാരൻ മരിച്ചു. കള്ളായി പള്ളത്തേരി സുബ്രന്റെ മകൻ 60 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. സമീപത്തെ പറമ്പിലാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ രാത്രിയിലാണ് മരണം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. തനിച്ചു താമസിക്കുന്ന ഇയാളെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 3-ന് സമീപത്തെ പറമ്പിൽ ജാതിക്ക പെറുക്കാനെത്തിയ സ്ത്രീയാണ് മൃതദേഹം കണ്ടത്. KSEB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതിക്കണിക്കായി സ്ഥാപിച്ച കമ്പികൾ അഴിച്ചുമാറ്റി. വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടകരയിൽ പെട്ടിക്കട കുത്തിത്തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച അന്തർജില്ലാ മോഷ്ടാവ് പൂശ്ശേരി ഷിബു അറസ്റ്റിൽ. കൊടകര നെല്ലായി സെന്ററിൽ പ്രവർത്തിക്കുന്ന പെട്ടിക്കട കുത്തിത്തുറന്ന് മോഷണത്തിന് ശ്രമിച്ച സംഭവത്തിൽ ഒരാളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ പൂവച്ചാൽ പൂശ്ശേരി വീട്ടിൽ ഷിജുവാണ് അറസ്റ്റിലായത്. നെല്ലായി സ്വദേശി കൊട്ടുവളപ്പിൽ വീട്ടിൽ ശശീന്ദ്രൻ നടത്തിവരുന്ന കടയിലാണ് ഇയാൾ മോഷണ ശ്രമം നടത്തിയത്. ശശീന്ദ്രൻ പുലർച്ചെ കട തുറക്കാനായി കടയിലെത്തിയ സമയമാണ് പ്രതി കട കുത്തി തുറക്കുന്നതായി കണ്ടത്. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന പത്രവിതരണക്കാരായ ആളുകളെ വിളിച്ച് കൂട്ടി പ്രതിയെ തടഞ്ഞുവെച്ച് കൊടകര പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ജനറൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി ആക്ഷേപം. മണിക്കൂറുകളോളം രോഗികൾ ക്യൂവിൽ നിന്ന് വലയുന്നതായും പരാതി. OP ടിക്കറ്റ് ലഭിക്കാൻ വൈകുന്നതായും ഡോക്ടർമാർ ഉച്ചയോടെ മടങ്ങിപ്പോകുന്നതായും ആക്ഷേപമുണ്ട്. രാവിലെ ആശുപത്രിയിലെത്തിയാൽ എല്ലാ പരിശോധനയും കഴിഞ്ഞ് വൈകിട്ട് മാത്രമാണ് രോഗികൾക്ക് തിരിച്ചു പോകാൻ കഴിയൂ എന്നാണ് രോഗികളുടെ പരാതി. മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ജനറൽ ആശുപത്രി ഇപ്പോൾ ചികിത്സയ്ക്കെത്തിയാൽ വലിയ ദുരിതമാണ് നേരിടുന്നതെന്നും മേയർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും രോഗികളും കൂട്ടിയിരിപ്പുകാരും ആവശ്യപ്പെട്ടു. നെന്മണിക്കര പ്രദേശത്തെ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി VT വിജയലക്ഷ്മി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സീമ മനോജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീമതി റുണിയ കുരുവിള മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ വി ആർ സുരേഷ് പരിപാടിക്ക് നേതൃത്വം നൽകുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. വയോജന ക്ലബ് പ്രസിഡന്റ് ശ്രീ വി കെ രവി ആശംസകൾ അർപ്പിച്ചു. ശ്രീ സി ആർ രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വയോജനങ്ങൾ പങ്കെടുത്ത് സൗജന്യ ആയുർവേദ കഞ്ഞി വിതരണം പ്രയോജനപ്പെടുത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭകൾക്ക് തുടക്കമായി. 18ാം വാർഡ് ഗ്രാമസഭ നടത്തി. 2026-27 പഞ്ചായത്ത് ആനുകൂല്യങ്ങൾക്കായുള്ള ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുക, ക്ഷേമ പെൻഷനുകൾ അംഗീകരിക്കുക, തെരുവ് നായ ശല്യം ഒഴിവാക്കാൻ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പ് നിർദ്ദേശങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവയുടെ ചർച്ച, ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ചർച്ച എന്നിവ നടത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡിന്റെ ഗ്രാമസഭ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടികയുടെ അധ്യക്ഷതയിൽ ചേർന്നു. നിരവധിയായ ചർച്ചകൾ നടന്ന ഗ്രാമസഭയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെറോൺ ജോൺ വട്ടക്കുഴി, വാർഡ് മെമ്പർ സന്ദീപ് കണിയത്ത്, പ്രീബനൻ ചുണ്ടേലപ്പറമ്പിൽ, ഗ്രാമസഭാ കോർഡിനേറ്റർ രേഷ്മ, മുൻ ജനപ്രതിനിധികൾ, വാർഡംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 70 രൂപ കൂടി. ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി മേഖലയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. തൃക്കൂർ കള്ളായിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് 60-കാരൻ മരിച്ചു. കൊടകരയിൽ പെട്ടിക്കട കുത്തി തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച അന്തർജില്ലാ മോഷ്ടാവ് പൂശ്ശേരി ഷിജു അറസ്റ്റിൽ. തൃശൂർ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നതായി ആക്ഷേപം. നെന്മണിക്കര പ്രദേശത്തെ വയോജനങ്ങൾക്കായി സൗജന്യ ആയുർവേദ കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമസഭകൾക്ക് തുടക്കമായി. 18ാം വാർഡ് ഗ്രാമസഭ നടത്തി. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.